ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ എൻ്റെ കുറച്ച് മുമ്പ് എനിക്ക് സ്ഥിരമെടുക്കുന്ന എൻ്റെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു പക്ഷേ അറിയാം. ഒരുപാട് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2 years ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് നമ്മൾ ചെയ്തൊരു പാറ്റേൺ ആണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതായത് ഇതിന്റെ പ്രത്യേകിച്ച് എന്താ പറയാ, ആ ഒരു നെക്കും അതിന്റെ ഒരു എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഇതിപ്പോ സിമിലർ ആയിട്ട് ഈ ഒരു ബ്രോക്കേഡിന്റെ നെക്ക് ഒരു ബ്രോക്കേഡ് ഇത് എന്താ പറയുക, കോപ്പർ കളറാണ് ഇതിന്റെ ആ സിമിലർ യോക്ക് കിട്ടി. അപ്പൊ ഞാനിത് വീണ്ടും സെറ്റ് ചെയ്തു. ഒത്തിരി പേരുടെ റിപ്പീറ്റോ കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻക്വയറി വന്നപ്പോഴാണ് വീണ്ടും ചെയ്താലോ എന്നുള്ളത് ഇട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ കോപ്പർ കളറിലെ ദുപ്പട്ടയും കൂടി എനിക്ക് കിട്ടി. അടിപൊളിയായിട്ട് നമുക്ക് ഒരു നല്ലൊരു ലുക്കായിരിക്കും ഇത് ഇട്ട്. ഒത്തിരി പേര് യൂസ് ചെയ്തവർ എന്നോട് പറഞ്ഞു കേട്ടോ, ഇത് ഇട്ടിട്ട് നല്ലൊരു ലുക്കായിരുന്നു. ഇത് തന്നെ നമ്മൾ വേറെ നെക്കിലോട്ട് ചെയ്തു, കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് റൗണ്ട് നെക്കിൽ ചെയ്തിട്ടുണ്ട്, ബോട്ട് നെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്റെ വീഡിയോ ഒത്തിരി പഴയതാണ്. അപ്പൊ എന്നാലും ഞാനിപ്പോ ഇത് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബോട്ട് നെക്കിലോട്ട് ഇതേപോലെ ഒരു വി കട്ടിങ് വന്നിട്ട് ക്ലോത്ത് ബട്ടൺ ആണ് വെച്ചേക്കുന്നത്. ഈ ഒരു ഫാബ്രിക് കൊണ്ട് തന്നെയുള്ളത് കണ്ടോ, ഇത് കണ്ടോ, ഒരു കോപ്പർ കളർ വരുന്ന വീവിങ് വരുന്ന ഒരു പ്രത്യേക കളറാണ്. അത് നല്ല ഭംഗിയാണ്. അത് ബ്ലാക്കിലോട്ട് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ സെയിം കോപ്പർ കളറിലെ ദുപ്പട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതിനൊരു പലാസോ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് അത് പറയാം. അതല്ല ടോപ്പും ഇത് ഓൺലി ആണെങ്കിലും ദുപ്പട്ടയും കൂടി ആണെങ്കിലും എങ്ങനെയാലും പറഞ്ഞാൽ മതി. അപ്പൊ നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ. നമ്മൾ സിമ്പിൾ ആണെങ്കിലും വേറെയും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഇതിന്റെ. പിന്നെ ഇത് ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്ന ജോർജറ്റ് അല്ല, ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ക്രഷ്ഡ് ഓർഗൻസയാണ്. കാണുമ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് ആണ്. ഇതാണ് അതിന്റെ യോക്ക് വരുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ജോർജറ്റ് അല്ല. അപ്പം ഇതുപോലെയാണ്. ദുപ്പട്ട ഇല്ലാണ്ട് വേണമെങ്കിൽ സിമ്പിൾ ഒരു ഫ്രോക്ക് പോലെ വേറെ. അപ്പൊ ദുപ്പട്ട അല്ലാതെ ഇതുപോലെ ഒരു ബോട്ടനെക്ക് ഒക്കെ വെച്ചിട്ട് വി കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടൊരു പലാസോ ബോട്ടോ ഒക്കെ പെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ലെങ്ത് 47 വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് പലാസോ ബോട്ടം വേണ്ടെങ്കിൽ പെൻസിൽ ബോട്ടം ചെയ്യാട്ടോ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നെക്ക് പാറ്റേൺ ഞാൻ മുമ്പ് ചെയ്ത എനിക്ക് തന്നെ ആ വീഡിയോ കിട്ടുന്നില്ല, ഒത്തിരി മുമ്പുള്ളതാണ്. നെക്ക് കുറച്ച് ഇറക്കിയിട്ട് ഒരു സ്ക്വയർ യു ടൈപ്പിൽ, ഇത് തന്നെ നെക്ക് കയറി വേണ്ടാന്നുള്ളവർക്ക് ഒരു സ്ക്വയർ യു ടൈപ്പിലാണ് ചെയ്തിരുന്നത്. ഈ ബ്രോക്കേഡ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു സ്ക്വയർ യു ടൈപ്പില്. പിന്നെ കോളർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈ നെക്ക് കോളർലി പീസ് വെച്ചിട്ട്, ക്ലോത്ത് ബട്ടൺ വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ഞാനിപ്പോൾ ഇത് ഒരെണ്ണ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഞാൻ നെക്കിൻ്റെ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.